ഹായ് ഫ്രണ്ട്സ്, 15 ലക്ഷത്തിൻ്റെ സ്റ്റാൻഡ് അലോൺ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എങ്ങനെ ഓൺലൈനായി എടുക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വാഹന ഉടമ അപകടത്തിൽ മരണപ്പെടുകയോ പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ യാതൊരുവിധ കോടതി നടപടികളും കൂടാതെ ഇൻഷുറൻസ് കമ്പനി 15 ലക്ഷം രൂപ വാഹന ഉടമയ്ക്ക് നേരിട്ട് നൽകുന്നതിനെയാണ് കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് അല്ലെങ്കിൽ PA കവറേജ് പോളിസി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫുൾ പാക്കേജ് പ്രീമിയം ഇവയിൽ ഒന്നാണ് സാധാരണ എടുക്കാറുള്ളത്. ഈ രണ്ട് പോളിസികൾ എടുക്കുമ്പോഴും അവയിലെല്ലാം കമ്പൽസറി PA കവറേജ് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അത് ഏതാണ്ട് 275 മുതൽ 300 രൂപ വരെയാണ് വരുന്നത്. കമ്പനി മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരാം. എന്നാൽ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വാഹന ഉടമയ്ക്ക് എത്ര വാഹനങ്ങളുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റാൻഡ് അലോൺ PA കവറേജ് പോളിസി ഉണ്ടെങ്കിൽ ആ വാഹനങ്ങളുടെ എല്ലാം ഈ പറയുന്ന തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫുൾ പാക്കേജ് പ്രീമിയത്തിൽ നിന്നും ഈ 275-300 രൂപ കുറഞ്ഞു കിട്ടും. വീഡിയോയിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്നും പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കാമെന്നും പോളിസി ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. എല്ലാവിധ വാഹനങ്ങളുടെയും തേർഡ് പാർട്ടി ഫുൾ പാക്കേജ് പ്രീമിയം എത്രയാകും എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തുടർന്നും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. RCയും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ്. RTO റിലേറ്റഡ് വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയാണ് എടുക്കുന്നത്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. യുണൈറ്റഡ് ഇന്ത്യ, നാഷണൽ ഓറിയൻ്റൽ തുടങ്ങിയ കേന്ദ്ര ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനികളുടെയോ മറ്റ് പ്രൈവറ്റ് കമ്പനികളുടെയോ സ്റ്റാൻഡ് അലോൺ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസികൾ ഇതുപോലെ എടുക്കാവുന്നതാണ്. റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഓൺലൈനായി ചെയ്യുന്നതിൽ കുറച്ച് സ്മൂത്തായിട്ട് തോന്നിയത് ന്യൂ ഇന്ത്യ അഷ്വറൻസ് ആണ്. അതുകൊണ്ടാണ് ഇതുവഴി ഈ വെബ്സൈറ്റ് വഴി ചെയ്യുന്നത്. വാഹനങ്ങൾക്ക് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് ലയബിലിറ്റി പോളിസിയും അതല്ലെങ്കിൽ ഫുൾ പാക്കേജ് പോളിസിയുമാണ്. ഇത് ഏത് കമ്പനിയുടെ ആണോ ഫുൾ പാക്കേജും ലയബിലിറ്റിയോ ഏതാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ കമ്പനിയുടെ തന്നെ സ്റ്റാൻഡ് അലോൺ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും സ്റ്റാൻഡ് അലോൺ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുക്കാം. വാഹനത്തിൻ്റെ ഓണർ കം ഡ്രൈവർക്ക് 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ അലോക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെത്തിന് 100%. ഇവിടെ ലിംസ് എന്നാൽ കൈകാലുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. 2 ലിംസും 2 ഐസൈറ്റുമാണെങ്കിൽ 100%. കൂടാതെ ഒരു ലിംബും ഒരു ഐസൈറ്റുമാണെങ്കിൽ 50%. അതേപോലെ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണെങ്കിലും 100%. ആക്സിഡൻറ്റ് കേസിലാണ് ഇതൊക്കെ ബാധകമായിട്ടുണ്ടാവുക. മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളും ഉണ്ടാകും. ഇത്രയുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. ഇനി നമുക്കിത് ഓൺലൈനായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെയും ചെയ്തു പോകാം. ഓൺലൈനായി ചെയ്യുന്ന വഴിക്ക് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അത് അത്ര സൗകര്യപ്രദമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുകളിൽ വലത് സൈഡിൽ ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ താഴെ കസ്റ്റമർ എന്നും ഇൻ്റർമീഡിയറി എന്നും 2 ടാബുകൾ കാണാം. ഇൻ്റർമീഡിയറി ഏജൻസിനുള്ളതാണ്. മുകളിൽ കാണുന്ന കസ്റ്റമറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പേജിൽ ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും കാണാം. ലോഗിൻ IDയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം, അല്ലാത്തവർക്ക് രജിസ്റ്റർ കൊടുക്കാം. ഞാനിവിടെ രജിസ്റ്റർ കൊടുത്ത ശേഷം മുകളിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നോ കൊടുത്തതിന് ശേഷം താഴെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൃത്യമായിട്ട് കൊടുക്കണം. ലാസ്റ്റ് നെയിം എന്നുള്ളത് ഇനിഷ്യൽ കൊടുക്കാം. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഫീമെയിൽ. അതിനുശേഷം ഇമെയിൽ IDയും മൊബൈൽ നമ്പറുമാണ്. രണ്ടും വളരെ തെറ്റുകൂടാതെ കൊടുക്കണം. രണ്ടിലേക്കും വരുന്ന രണ്ടും വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് OTP ഉപയോഗിച്ച്. അതിനുശേഷം താഴത്തെ മാർക്സ് പസിൽ സോൾവ് ചെയ്ത് കൊടുക്കണം. 11 ആകാൻ എത്ര ആഡ് ചെയ്യണമെന്നാണ്. അതിനുശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഒരു പോപ്പപ്പ് അലർട്ട് വരികയും ആക്ടിവേഷൻ ലിങ്ക് നേരത്തെ നമ്മൾ കൊടുത്ത രജിസ്റ്റേർഡ് മെയിൽ IDയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മെയിൽ ID ഓപ്പൺ ചെയ്ത് നോക്കണം. മെയിൽ ഓപ്പൺ ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ അവിടെ ഒരു ലിങ്ക് ഇൻഫോ എന്ന് പറഞ്ഞ് വരും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നീല നിറത്തിൽ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ OTP ഹാസ് ബീൻ സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ, അതായത് നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ്. തുടർന്ന് അവിടെ നിന്ന് നമ്മൾ വെബ്സൈറ്റിലേക്ക് വരണം. ന്യൂ ഇന്ത്യ അഷ്വറൻസിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പേജിലേക്ക് വരണം.
ആ പേജിൻ്റെ തന്നെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. മൊബൈലിൽ വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് നമ്മൾ മറ്റൊരു പേജിലേക്ക് വരികയും ഇവിടെ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ABCD@123 അതിൽ A എന്നുള്ള അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. തുടർന്ന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതും ആപ്ലിക്കൻറ്റിൻ്റെ ലോഗിൻ പേജിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. ഇവിടെ മൈ പ്രൊഫൈൽ, മൈ പോളിസീസ്, ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് തുടങ്ങിയവയൊക്കെ അറിയുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ആദ്യം ഹോം പേജിൽ കണ്ട കസ്റ്റമർ വഴി ലോഗിൻ ചെയ്ത് ഇവിടെ വരികയും ചെയ്യാവുന്നതാണ്. തുടർന്ന് ആ പേജിൻ്റെ തന്നെ മുകളിൽ കാണുന്ന സെലക്റ്റിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഹെൽത്ത്, മിസ്ലേനിയസ് അങ്ങനെ പല ഓപ്ഷൻസ് കാണാം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് മോട്ടോറാണ്. മോട്ടോർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന മെനുവിൽ നിന്നും സ്റ്റാൻഡ് അലോൺ CPA കവർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. CPA എന്ന കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് എന്നാണ്. ഞാനിവിടെ സ്റ്റാൻഡ് അലോൺ CPA കവർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ പോളിസി പീരീഡ് കാണിച്ചിട്ടുണ്ട്. 1 വർഷത്തേക്കാണ് ഇത് ലഭിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരുന്നതാണ്. കൂടുതൽ വർഷത്തേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. 1 വർഷം കഴിഞ്ഞ് റിന്യൂ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ ഒരു പ്ലസ് ചിഹ്നം കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പോളിസി ഹോൾഡർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. റിലേഷൻഷിപ്പ് സെൽഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് വന്നുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം സം അഷ്വേർഡ് താഴെ 15 ലക്ഷം എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് കറക്റ്റായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത്. മറ്റൊരു ചോദ്യം അവിടെ ഉള്ളത് ഡു യു ഹാവ് എനി ഡിസബിലിറ്റി. അവിടെ നോയാണ് കൊടുക്കേണ്ടുന്നത്. യെസ് കൊടുത്താൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോയി ഇൻഷുറൻസ് എടുക്കണം എന്നവിടെ കാണിക്കുന്നതും കാണാം. അതിനുശേഷം അവിടെ കാണുന്ന കാൽക്കുലേറ്റ് പ്രീമിയം എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ അവിടെ വരികയും അവിടെ ഒരു കോട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കൂടാതെ സം അഷ്വേർഡ് 15 ലക്ഷം എന്ന് കാണിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് പ്രീമിയം 275 എന്ന് കാണിച്ചിട്ടുണ്ട്. GST കൂടാതെ ഉള്ളതാണ്. തുടർന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. പാൻ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാൻ നമ്പർ ഉള്ളവർക്ക് അത് കൊടുത്തു പോകാം. എനിക്ക് പാൻ നമ്പർ ഉണ്ടെങ്കിലും ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല, നോ കൊടുക്കുകയാണ്. ബാക്കി പ്രോസസ്സ് കാണിച്ചു തരേണ്ടതുള്ളതുകൊണ്ട് യെസ് കൊടുത്തുള്ളവർക്ക് വേണമെങ്കിൽ കൊടുത്തു പോകാം. അതിനുശേഷം കാണുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്താൽ മതിയാകും. തുടർന്ന് വരുന്ന പേജിൽ കുറേയൊക്കെ അവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ടൈമിലുള്ള ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എല്ലാം അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും വന്നിട്ടുണ്ട്, മെയിൽ ഫീമെയിൽ. അതേപോലെ ബിൽഡിംഗ് നമ്പർ എന്നുള്ളിടത്ത് വീട്ടുപേര് കൊടുക്കാവുന്നതാണ്. സ്ട്രീറ്റും ലൊക്കാലിറ്റിയും ഒക്കെ കൊടുക്കുക. GST ഉള്ളവർ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞാൽ മതി. സ്റ്റേറ്റ് കേരള കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ഥലപ്പേര് അവിടെ ഓട്ടോമാറ്റിക് വരും. നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കണം. ബാക്കിയൊക്കെ ഇത്രയാണ് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടുന്നത്. പാൻ നമ്പർ ഉള്ളവർ കൊടുത്താൽ മതിയാകും. പാൻ നമ്പർ കൊടുത്താൽ നമുക്കിതിന് ശേഷം ഒരു വാലിഡേഷൻ ഉണ്ട്, അത് ഒഴിവാക്കി കിട്ടുന്നതാണ്. നമ്മൾ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് മാർക്ക് കാണിക്കും. അത് കറക്റ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസിന് നേർക്കുള്ള പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടുന്നത്. അടുത്ത പേജിൽ നെയിം ഓഫ് ദ ഇൻഷേർഡ് പേര് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളിൻ്റെ പേര് തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിരിക്കുകയാണ്. അവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം ഡു യു ഹാവ് എ വാലിഡ് ലൈസൻസ് എന്നുള്ളതാണ്. നോ കൊടുത്താൽ അവിടെ എൻ്റെ ആൻസർ വരുന്നുണ്ട്. വാലിഡ് ലൈസൻസ് ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് സ്വന്തം പേരിൽ വാഹനം ഉണ്ടായിരിക്കുകയും ആ വാഹന ഉടമയ്ക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഓക്കുപ്പേഷനാണ്. ബിസിനസ്, അതേഴ്സ്, ഹൗസ് വൈഫ്, റിട്ടയർഡ് എംപ്ലോയി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഏതാണെന്നോ അത് അനുയോജ്യമായത് കൊടുക്കുക. അതിനുശേഷം വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. ആ ലൈസൻസിൻ നമ്പർ 15 ഡിജിറ്റുള്ള നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൂടാതെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇവിടെ എല്ലാം ഓണർ ഡ്രൈവർ എന്നുള്ള ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓണർ കം ഡ്രൈവർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓണർ ഡ്രൈവർ ലൈസൻസ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വാഹന ഉടമ തന്നെയായിരിക്കണം ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. ആ വ്യക്തിക്ക്, ഉടമയ്ക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിളായി വരികയുള്ളൂ. മാത്രവുമല്ല ആ വാഹന ഉടമ വാഹനം ഓടിക്കുന്ന അവസരത്തിൽ അപകടം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നത്. പിന്നീട് നോമിനിയുടെ പേരും വയസ്സും കൊടുക്കണം. റിലേഷൻഷിപ്പ് വിത്ത് ഇൻഷുർ ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവിടെ നിന്നും ചൂസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഓണർ ഡ്രൈവറുടെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റി ചോദിച്ചിട്ടുണ്ട്. MVD കേരള കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ബൈ കേരള എന്ന് കൊടുക്കാം. അടുത്തത് സ്പെസിഫൈ ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഓതറൈസ്ഡ് ടു ഡ്രൈവ്. ഈ ഓണർ ഡ്രൈവർ ഓടിക്കാൻ സാധ്യതയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, വിത്തൗട്ട് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, കാർ തുടങ്ങിയവ, പാസഞ്ചർ വെഹിക്കിൾ, ഗുഡ്സ് വെഹിക്കിൾ തുടങ്ങിയ കാറ്റഗറികളുണ്ട്. ഇതിന് നേർക്കുള്ള ഏതൊക്കെ ആവശ്യമുണ്ടോ അതിനെല്ലാം നേർക്ക് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. വെഹിക്കിൾ കാറ്റഗറി വ്യക്തമായിട്ട് അറിയണമെങ്കിൽ എല്ലാവിധ വാഹനങ്ങളുടെയും തേർഡ് പാർട്ടി, അതേപോലെ ഫുൾ പാക്കേജ് ഇൻഷുറൻസ്
എത്ര രൂപയാകും എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ഈ കാറ്റഗറികളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ കൊടുത്ത കാറ്റഗറി അനുസരിച്ച് ഏതൊക്കെ വാഹനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് തൊട്ട് താഴെ കൊടുക്കണം. ആദ്യം രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് KL24F1234 അങ്ങനെയാണെങ്കിൽ KL ആദ്യം കൊടുക്കുക, അതിനുശേഷം 24 കൊടുക്കുക, അതിനുശേഷം F കൊടുക്കുക, അതിനുശേഷം 234 കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം കൊടുക്കുന്ന ക്ലാസ് ഓഫ് വെഹിക്കിൾ, പ്രൈവറ്റ് കാർ, കമേഴ്ഷ്യൽ വെഹിക്കിൾ, 2 വീലർ, ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം മേക്കാണ് കൊടുക്കേണ്ടത്. ടാറ്റ, ഹീറോ, ഹോണ്ട, മാരുതി ഏതാണെന്ന് വെച്ചാൽ അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാനുഫാക്ചറിങ് ഇയർ ആണ് കൊടുക്കേണ്ടത്. വണ്ടി മേക്ക് ചെയ്ത വർഷം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഞ്ചിൻ നമ്പരും ചേസിസ് നമ്പറും ഷാസി നമ്പറുമാണ് കൊടുക്കേണ്ടത്. അവസാനത്തെ 5 ഡിജിറ്റ് കൊടുത്താലും മതിയാകും. ഇതൊക്കെ RC ബുക്കിലുള്ള ഡീറ്റെയിൽസ് ആണ്. ഇനി ഇവയെല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ആഡ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ താഴോട്ട് നിങ്ങൾക്ക് എത്ര വണ്ടിയുണ്ടോ അത്രയും ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് മാക്സിമം 5 വണ്ടി വരെയാണ് ഓൺലൈനായി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. 5-ൽ കൂടുതൽ വാഹനങ്ങളുള്ളവർ ഇൻഷുറൻസ് ഓഫീസിൽ നേരിട്ട് പോയി, ന്യൂ ഇന്ത്യയുടെ ഓഫീസിൽ നേരിട്ട് പോയി ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ആവശ്യമില്ലാത്തത് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ 5 എണ്ണമേ കൊടുക്കാൻ സാധിക്കുമെങ്കിലും ഇൻഷുറൻസ് ഓഫീസിൽ നേരിട്ട് പോയി എത്ര വാഹനം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇനി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ PA കവറേജിൻ്റെ കാര്യം ആ ഇൻഷുറൻസിൽ സൂചിപ്പിച്ചാൽ മാത്രം മതിയാകും. അപ്പോഴും നമുക്ക് ഈ പൈസ, PA കവറേജിൻ്റെ പൈസ ആ ഇൻഷുറൻസിൽ നിന്നും കുറഞ്ഞു കിട്ടുന്നതാണ്. തുടർന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. തുടർന്ന് നമുക്കിവിടെ പ്രീമിയം മാറിയിട്ടുള്ളതായിട്ട് കാണാം. GST 50 രൂപയും കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. നേരത്തെ GST ഒഴിവാക്കിയുള്ള പ്രീമിയം ആയിരുന്നു 275 കാണിച്ചത്. അതും കൂടെ കൂട്ടി 325 രൂപയാണ് മൊത്തത്തിൽ പ്രീമിയം ആകുന്നത്. ഇവിടെയും വേണമെങ്കിൽ ഇപ്പോഴും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ പ്രീമിയം ബ്രേക്കപ്പ് വീണ്ടും കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് വന്നതിന് ശേഷം കണ്ടീഷൻസ് ആണ്. അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തണം. 2 ചെക്ക് ബോക്സിലും ടിക്ക് മാർക്ക് വരുത്തണം. ഏറ്റവും അവസാനത്തേത് yes or no അനുയോജ്യമായത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ വന്ന് പേ ലേറ്റർ, പിന്നീട് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതിനുശേഷം തൊട്ട് താഴെയുള്ള ആഡ് ചെയ്യാനുള്ള സംഖ്യ എത്രയാണെന്നോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓതൻറ്റിക്കേറ്റ് വിത്ത് OTP ആൻഡ് ബൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. KYC വെരിഫിക്കേഷനിലേക്ക് പോവുകയാണ്. അതിൻ്റെ പോപ്പപ്പ് വിൻഡോ ആണ് കാണിക്കുന്നത്. ഓക്കെ കൊടുക്കാവുന്നതാണ്. നേരത്തെ പാൻ നമ്പർ കൊടുത്ത് വന്നവർക്ക് ചിലപ്പോൾ ഇതിൽ നിന്നും ഒഴിവാകും. ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം വരുന്ന വിൻഡോയിൽ താഴെ പ്രൊസീഡ് ഹിയർ കൊടുക്കാവുന്നതാണ്. മുകളിൽ മറ്റ് ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. അറിയാമെങ്കിൽ മാത്രം മറ്റ് ഓപ്ഷൻസ് നോക്കുക. അതിനുശേഷം ഇവിടെ ഒരു yes or no ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ യെസ് നമ്മൾ കൊടുത്താൽ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരികയും അങ്ങനെ നമുക്ക് ഈ KYC കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. പക്ഷേ ഞാനിവിടെ അങ്ങനെ കൊടുക്കാതെ നോ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വെരിഫിക്കേഷൻ നടത്തേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് 1 സൈഡ്, 2 സൈഡ്, വോട്ടർ ID, പാസ്പോർട്ട്, അങ്ങനെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആധാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്ക് പേജും വെരിഫൈ ചെയ്ത് കൊടുക്കണം. വോട്ടർ IDയും പാസ്പോർട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ്, 2 സൈഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 സൈഡ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയായി അപ്ലോഡ് ഫ്രം ഡിവൈസ് എന്നൊരു ഓപ്ഷൻ താഴെ കാണാം. മുകളിൽ ക്യാപ്ചർ ഫോട്ടോയും ഉണ്ട്. മൊബൈലൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ, ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിനുശേഷം നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ 1 സൈഡ് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിങ്ങനെ നിറഞ്ഞ് നിൽക്കും. അതിനുശേഷം യൂസ് ദിസ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് ഡോക്യുമെൻറ്റ്സ് ഉള്ളവർക്ക് ഇതൊന്നുകൂടി ആവർത്തിക്കേണ്ടി വരും. അതിനുശേഷം ദാണ്ട് ഇവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുകയും ചെയ്യും. അതിനുശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ KYC വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നെഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും OTP വന്നിട്ടുണ്ടാകും. അതിലേതെങ്കിലും ഒന്നിൽ നിന്ന് ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജ് കിട്ടുകയും ഇവിടെ താഴെയായി റാസർ പേ എന്ന് കാണാം. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒരുക്കുന്നത് റാസർ പേ ആണ്. ആ ഒരു ചെക്ക് ബോക്സിൽ എനേബിൾ ചെയ്ത് തൊട്ട് താഴെയുള്ള കണ്ടീഷൻസ് ചെക്ക് ബോക്സും ടിക്ക് മാർക്ക് കൊടുത്ത് തൊട്ട് വലത് സൈഡിൽ പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. എല്ലാ വീഡിയോയിലും പറയുന്നതായിട്ട് വിശദീകരിക്കുന്നില്ല. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. 325 രൂപയാണ് അടയ്ക്കേണ്ടത്. പേയ്മെൻറ്റിന് ശേഷം റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കുന്നതും കാണാം.
പിന്നീട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്, അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ വെബ് പേജ് വരുന്നതാണ്. അവിടെ ക്ലിക്ക് ഹിയർ ടു വ്യൂ പോളിസി ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് എന്നൊരു ലിങ്ക് കാണാം, അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് മറ്റൊരു പേജിലേക്ക് പോകുന്നതും ഇവിടെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു ഡബിൾ ആരോ വരും. ഈ ഡബിൾ ആരോയിൽ നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത ഉടനെ പോളിസി ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. റെസിപ്റ്റും ക്ലോഷറും മറ്റ് ഡീറ്റെയിൽസും എല്ലാം വന്നിട്ടുണ്ട്. ഇതിലൊന്നും സൈൻ ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോ സൈൻ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി ടിക്ക് മാർക്ക് ആക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു PDF റീഡർ ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്യണം. അതിൽ ട്രസ്റ്റ് കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്, ടിക്ക് മാർക്ക് വരുത്താവുന്നതാണ്, നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ID-യിലേക്കും പോളിസി ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഫയൽ സേവ് ചെയ്ത് ഏതെങ്കിലും ഒരു PDF റീഡർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ടിക്ക് മാർക്ക് വെരിഫൈ ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് തടസ്സങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കുന്നതും അതുപോലെ റിന്യൂ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഹോം പേജിൽ വന്ന് മുകളിൽ ലോഗിൻ കാണാം, അവിടെ പ്രസ് ചെയ്തതിന് ശേഷം കസ്റ്റമറിൽ പ്രസ് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ മുകളിൽ മൈ കൊട്ടേഷൻസ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്താൽ താഴെ എൻ്റെ ഡീറ്റെയിൽസ് വരും. സ്റ്റാൻഡ് ലോൺ പോളിസി എന്നും കോഡ് നമ്പറും ഒക്കെ കാണും. വലത് സൈഡിൽ ആക്ഷൻ നേർക്ക് തൊട്ട് താഴെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളിപ്പോൾ ചെയ്ത പോളിസിയുടെ ലോഗിനിലാണ്. ഇവിടെ നമുക്ക് വലത് സൈഡിലായി പേയ്മെൻറ്റ്സ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്താൽ നമ്മൾ നടത്തിയ പേയ്മെൻറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാം, സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ റിന്യൂവലിനുള്ള ലിങ്കും ഇവിടെ കാണാം. ഇത് റിന്യൂവൽ ടൈം ആകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ റിന്യൂ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ അവിടെ മൈ കൊട്ടേഷൻസിൽ പ്രസ് ചെയ്താൽ നേരത്തെ കണ്ടതുപോലെ കൊട്ടേഷൻസ് പോളിസി ആക്റ്റീവ് എന്നൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ മൈ പോളിസീസ് എന്നുള്ളൊരു ലിങ്ക് കാണാം. ആ മൈ പോളിസീസിൽ പ്രസ് ചെയ്താൽ പോളിസി നമ്പരും സ്റ്റാർട്ട് ഡേറ്റും എക്സ്പയറി ഡേറ്റും സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് കാണാം. വലത് സൈഡിലായി ആക്ഷന് നേർക്ക് ഒരു കണ്ണിൻ്റെ പടവും കാണാം. ആ കണ്ണിൻ്റെ പടത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു പേജ് നേരത്തെ കണ്ടതുപോലെ ലഭിക്കും. അവിടെ നിന്നും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ പോളിസി ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.